കൂടി വരുന്നത് എന്തായിരിക്കും അതിന് കാരണം? നമ്മുടെ മക്കൾക്കുള്ള പഠനാവശ്യങ്ങൾക്ക് പൈസ എടുക്കുക, അല്ലെങ്കിൽ വീട് പണിയാം, നമുക്കൊരു അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കുക, അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ഇപ്പോഴാണെങ്കിൽ കൂടുതൽ അമ്മമാരും ലോൺ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മക്കളെ വിദേശത്തേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഒരു ലോൺ 5 ലക്ഷം രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5 വർഷ കാലാവധിയിൽ എത്ര രൂപ തിരിച്ചടവ് വരും? 5 ലക്ഷം രൂപയ്ക്ക് പലിശയടക്കം 9%, 8% ആണെങ്കിലും നമ്മൾ എത്രയാണ്? ഒരു 6 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമ്മൾ തിരിച്ചടവ് അല്ലേ? 6.5 ലക്ഷം രൂപ അല്ലെ 7 ലക്ഷം രൂപ വരെ ചില ബാങ്കുകൾ തിരിച്ചടവ് അല്ലെ? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ പൈസയാണ് പലപ്പോഴും ബാങ്കുകൾ അധിക പലിശയായിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ആവശ്യമുണ്ടോ? നമ്മളിങ്ങനെ ബാങ്കിൽ പോകുന്നു, നമുക്കറിയാം നമ്മൾ ഇന്നത്തെ കാലത്ത് ബാങ്കിൽ നിന്ന് ഒരു ലോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണ് ബാങ്കുകാർ ലോണിന് ചോദിക്കുന്നത്? ഒന്നാമത്തെ കാര്യം നമ്മുടെ ആധാരം, അല്ലെങ്കിൽ അല്ലെ നമുക്ക് എന്താണോ അസറ്റ് ആയിട്ടുള്ളത് ആധാരം കൊടുക്കണം. പിന്നെ സ്വർണമായിട്ടാണെങ്കിൽ സ്വർണ്ണ പണയത്തിന് ചോദിക്കും. പിന്നെ ആൾക്കാരെ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ ജാമ്യം കൊടുക്കണം. അമ്മയ്ക്കെല്ലാം അറിയാം കേട്ടോ, കറക്റ്റായിട്ടെല്ലാം പറയുന്നുണ്ട്. ജാമ്യം കൊടുക്കണം. അങ്ങനെ 100,000 നൂലാമാലകളാണ് അല്ലെ? എത്ര പേരുണ്ട് നിങ്ങളെ സിബിൽ സ്കോറുകൾ നോക്കുന്നവർ? അതായത് നമ്മളിപ്പോൾ ലോൺ പ്രോസസ് ചെയ്യുമ്പോൾ പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ഒത്തിരി പ്രോസസ്സുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സിബിൽ സ്കോറുകൾ എത്ര പേർക്ക് നോക്കാൻ അറിയാം? സിബിൽ സ്കോർ ചേച്ചി നോക്കാറുണ്ട്, ചേട്ടൻ നോക്കിയിട്ടുണ്ട്. സിബിൽ സ്കോർ നോക്കുന്നവര് അവരവരുടെ സ്വന്തം ഒരു പ്രാവശ്യമെങ്കിലും ലോൺ പ്രോസസ്സിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം. നമ്മളുടെ ബാങ്ക് നമ്മളുടെ സാമ്പത്തികമായ ഭദ്രത അളക്കുന്നത് നമ്മുടെ സിബിൽ സ്കോറിലൂടെയാണ് അല്ലേ? നമുക്ക് വാട്സപ്പിൽ ജിപേ ചെയ്യുന്നവരാണെങ്കിൽ വളരെ വേഗം സിബിൽ സ്കോർ കണ്ടെത്താൻ പറ്റും. അതിൽ തന്നെ ചെക്ക് ബാലൻസ് എന്ന് പറയുന്നതിൻ്റെ തൊട്ട് താഴെ ഉണ്ടാവും നിങ്ങളുടെ സിബിൽ റിപ്പോർട്ട്. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ലോൺ എടുത്ത് അടയ്ക്കാൻ ഏതെങ്കിലും ഒരു പെൻഡിങ് കേസസ് ഒക്കെ വന്നാലും അതൊക്കെ നമ്മുടെ സിബിൽ സ്കോറിനെ ബാധിക്കും. അങ്ങനെ ചിലപ്പോൾ ബാങ്കിൽ ലോണിന് ചെല്ലുമ്പോഴായിരിക്കും നമ്മളെ 100,000 കാര്യങ്ങൾ പറഞ്ഞ് അവർ പേടിപ്പിക്കും. നിങ്ങൾക്ക് സിബിൽ സ്കോർ ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോറ് 600, 500 ആണ്, 850 വേണ്ടടുത്ത് നിങ്ങൾക്ക് 600 നിങ്ങളുടെ സിബിൽ സ്കോർ ഉള്ളൂ. ഇങ്ങനെ 100,000 കാര്യങ്ങൾ പറഞ്ഞു നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങളല്ലേ ബാങ്കുകാർ പലപ്പോഴും പറയുന്നത്. ഒരാവശ്യം എന്ന് പറയുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ബാങ്കിനടുത്ത് ലോണിനും മറ്റു കാര്യങ്ങൾക്കും പോകുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാൻ മേലാത്ത പല കാര്യങ്ങളും പറഞ്ഞ് അവർ നമ്മളെ പല രീതിയിലുള്ള മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് നമുക്ക് ലോൺ തരാതിരിക്കും. അല്ലെങ്കിൽ ലോൺ വേഗം തരുന്ന ആൾക്കാരുണ്ട്. അവരാരായിരിക്കും? പ്രൈവറ്റ് ബാങ്കുകൾ അല്ലേ? കൊള്ളപ്പലിശ വാങ്ങിക്കുന്ന HDFC, സോറി ഞാൻ പേര് പറയുന്നില്ല, പല പ്രൈവറ്റ് ബാങ്കുകൾ നമ്മുടെ വീട്ടിൽ വന്ന് ലോൺ തരും. പലിശ എത്രയായിരിക്കും അമ്മ? 12, 14. എത്ര ക്ലിയർ ആയിട്ടാണ് പറയുന്നത്? 12, 14% പലിശയ്ക്കാണ്. നോർമൽ SBI ഒക്കെ ആണെങ്കിൽ 8%. 5 ലക്ഷം രൂപ ഞാൻ എടുത്താൽ 5 വർഷ കാലാവധി ആണെങ്കിൽ ഒരു 6-6.5 ലക്ഷം രൂപ അടയ്ക്കണം. അതേസമയം അത്രയും എമൗണ്ട് ഞാൻ HDFC നിന്നാണ് എടുക്കുന്നതെങ്കിൽ 8-8.5 ലക്ഷം രൂപ തിരിച്ചടവ്. അപ്പോൾ വീണ്ടും എത്ര പോയി? 3-3.5 ലക്ഷത്തോളം എനിക്ക് നഷ്ടമായി. അപ്പോൾ നമ്മൾ ഒരു ബാധ്യതയിൽ നിന്നും 100,000 ബാധ്യതകൾ വീണ്ടും നമ്മൾ ഒരിക്കൽ കടത്തിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ എന്താ? അതിൽ നിന്നും തിരിച്ചു പോരാൻ പറ്റില്ല അല്ലേ? പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു വരവില്ല. കാരണം 3 ലക്ഷം രൂപ അഡീഷണൽ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ജീവിത സാഹചര്യങ്ങളും ചെലവുകളും കൂടുതലാണ്. അതിനനുസരിച്ച് നമ്മൾ വളരെ ഞെരുങ്ങി ജീവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പലപ്പോഴും നമ്മളുടെ ഇടയിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് കൃത്യമായ സാമ്പത്തിക ഭദ്രതയോ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നമ്മുടെ സമ്പത്തിനെ വിനിയോഗിക്കാൻ അറിയാൻ പറ്റാത്തതൊക്കെയാണ് നമ്മുടെ ഇടയിലെ പല സ്ത്രീകൾക്കും അല്ലെങ്കിൽ പുരുഷന്മാർക്കിടയിൽ